നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ലഡാക്ക് സംഘർഷത്തിലെ വെടിവയ്പിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. 4 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. അന്വേഷണം നടത്തുക സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുകുൾ ബെനിവാൾ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സമഗ്രമായ അന്വേഷണത്തിന് കോടതിയെ സമീപിക്കും. സ്വർണം ഇടപാടുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കൃത്യമെന്ന് പ്രശാന്ത്. സ്വർണ്ണപ്പാളിയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായി പണപ്പിരിവ് നടത്തിയെന്ന് ദേവസ്വം വിജിലൻസ്. വയനാട് പുനർനിർമ്മാണത്തിന് കേന്ദ്രം അനുവദിച്ച തുക അപര്യാപ്തമെന്ന് മന്ത്രി കെ രാജൻ. അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി കേന്ദ്രം അംഗീകരിക്കാത്തതിനാൽ കേരളത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ നഷ്ടമായി. ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി. ഗാന്ധിജി നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതെന്നും അദ്ദേഹത്തെ ആദരിക്കുന്നുവെന്നും നാഗ്പൂരിലെ വിജയദശമി റാലിയിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇന്ന് രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് 100 കണക്കിന് കുഞ്ഞുങ്ങൾ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഉൾപ്പെടെ വൻ ഭക്തജന തിരക്ക്. സമ്പൂർണ്ണ വിജയത്തിന്റെയും പൂർണ്ണതയുടെയും പ്രതീകമാണ് വിജയദശമിയെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. അഹമ്മദാബാദ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ബൌളിംഗ് ആക്രമണത്തിൽ അടിപതറി വെസ്റ്റ് ഇൻഡീസ്. 134 റൺസ് എടുക്കുന്നതിനിടെ 6 വിക്കറ്റുകൾ നഷ്ടമായി. മുഹമ്മദ് സിറാജിന് 4 വിക്കറ്റ്. വിശദമായ വാർത്തകളിലേക്ക്. ലഡാക്ക് സംഘർഷത്തിലെ വെടിവയ്പിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. 4 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുകുൾ ബെനിവാളാണ് അന്വേഷിക്കുക. KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കൂടുതൽ വിവരങ്ങൾ. ശ്രീജ, ലഡാക്കിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യം അവിടെ നിൽക്കുന്ന സമരം നടത്തുന്ന പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്ന സംഘടനകൾ മുന്നോട്ട് വെച്ചിരുന്നു. ഈ ആവശ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മജിസ്റ്റീരിയൽ അന്വേഷണം ഈ സംഘർഷം ഒപ്പം തന്നെ വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. 4-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഈ അന്വേഷണ സംഘം ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി തെളിവുകൾ നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സമയം ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസായിരിക്കും മജിസ്ട്രേറിയൽ അന്വേഷണത്തിന്റെ ഓഫീസായി പ്രവർത്തിക്കുന്നത്. അവിടെ എത്തി ജനങ്ങൾക്ക് എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചത്, ഏത് തരത്തിലുള്ള ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മജിസ്ട്രേറിയൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. 4 ആഴ്ച കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ അതായത് നിലവിൽ ലഡാക്കിലെ നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇളവ് വരുത്തിയപ്പോഴും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ചർച്ചകൾക്ക് സഹകരിക്കാൻ, അതിനോടൊപ്പം സഹകരിക്കാൻ ഈ 2 സംഘടനകളും തയ്യാറല്ലേ. അപ്പെക്സ് ബോഡി ആണെങ്കിലും അതുപോലെ തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണെങ്കിലും 2 കൂട്ടരും തയ്യാറായില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കം മജിസ്ട്രേറ്റ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. തിങ്കളാഴ്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ സംഘടനകളെയും ഒപ്പം തന്നെ മറ്റ് വിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ ചർച്ച പൂർണ്ണമായി നടക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പ്രത്യേകിച്ച് ഈ ചർച്ച നടന്നെങ്കിൽ മാത്രമാണ് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ. പക്ഷേ അതേസമയം തന്നെ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ ഇപ്പോഴും ഈ സംഘടനകൾ ഉയർത്തുന്നു. ഒന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ഒന്ന് ഇത് പക്ഷപാതപരമായി അല്ലാതെ തന്നെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകണം. മാത്രമല്ല ഒരു തരത്തിലുള്ള ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ മറ്റ് സംവിധാനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ആവശ്യം ഈ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നു. മറ്റൊന്ന് തങ്ങൾ ഇതുവരെ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് സംവരണം അതുപോലെ തന്നെ സംസ്ഥാന പദവി, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനമുണ്ടാകണം. അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയില്ല എന്ന നിലപാട് അവർ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു സമാധാന പാതയിലേക്ക് ലഡാക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സോനം വാങ്ചുക്ക് നിലവിൽ അറസ്റ്റിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള കത്താണ് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ചില നടപടികളും ഇതിന്റെ ഭാഗമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. ശ്രീജ, ശരി. ലഡാക്ക് സംഘർഷത്തിലെ വെടിവയ്പിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു KK പ്രശാന്ത്.
പാകിസ്ഥാന് താക്കീതുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സർക്രീക്കിൽ പാക് സൈന്യം അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നുവെന്നും സാഹസത്തിന് മുതിർന്നാൽ ശക്തമായ മറുപടി നൽകുമെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. സർക്രീക്ക് വഴി കറാച്ചിയിലേക്ക് പോകാമെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഗുജറാത്തിലെ ഭുജിൽ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. मगर आतंकवाद के खिलाफ हमारी लड़ाई जारी है। साथियों, आजादी के 78 साल बीत जाने के बावजूद सरक्रीक इलाके में सीमा को लेकर एक विवाद खड़ा किया जाता है। भारत ने कई बार बातचीत के रास्ते इसका समाधान करने का प्रयास किया है, मगर पाकिस्तान की नीयत में खोट है, उसकी नीयत साफ नहीं है। जिस तरह से हाल में पाकिस्तान की फौज ने सरक्रीक के सटे इलाकों में अपना मिलिट्री इंफ्रास्ट्रक्चर बढ़ाया है, वह उसकी नीयत बताता है। साथियों, भारत की सीमाओं की रक्षा भारतीय सेनाएं और बॉर्डर सिक्योरिटी फोर्स मिलकर मुस्तैदी से कर रही हैं। अगर सरक्रीक इलाके में पाकिस्तान की ओर से कोई भी हिमाकत की गई तो उसे ऐसा करारा जवाब मिलेगा कि इतिहास और भूगोल दोनों बदल जाएंगे मेरे साथियों। और 1965 की जंग में भारत की सेना ने लाहौर तक पहुंचने का सामर्थ्य भी दिखाया। 2019 ശബരിമല സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ വീഴ്ച ഉണ്ടായെന്ന് സമ്മതിച്ച് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടത് തെറ്റായിപ്പോയി. 1999-2025 വരെയുള്ള ഇടപാടുകൾ പരിശോധിക്കണം. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് കോടതിയിൽ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. 2019 ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. കാരണം ഇതിൻ്റെ കാര്യങ്ങളിൽ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തർക്കമില്ല കാര്യത്തിൽ. കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് 2019 ഞാൻ പറയുന്നത്. ഇപ്പോൾ കോടതി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, 99 മുതൽ നടക്കട്ടെ അന്വേഷണം. 2025 വരെയും നടക്കട്ടെ. സമഗ്രമായൊരു അന്വേഷണം നടക്കട്ടെ. അതിൽ കൂടി എല്ലാ കാര്യങ്ങളും പുറത്തു വരുത്തേ. വയനാട് ദുരന്തത്തിൽ 260 കോടി 56 ലക്ഷം രൂപ അനുവദിച്ചത് കേരളത്തിനുള്ള ഔദാര്യമല്ല എന്ന് മന്ത്രി കെ രാജൻ. കടുത്ത അവഗണനയ്ക്കുള്ള ഉദാഹരണമാണിത്. ദുരന്തം നടന്ന് 5 മാസം കഴിഞ്ഞാണ് L3 വിഭാഗത്തിൽ ഉള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചത്. ഇത് കേരളത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ ഇല്ലാതാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 260.56 കോടി രൂപ അംഗീകരിച്ചു എന്നുള്ളതാണ്. കേരളത്തിന് കിട്ടിയിട്ടില്ല, ഇനിയും ചില കടമ്പകൾ കടക്കാനുണ്ട്. യഥാർത്ഥത്തിൽ 260 കോടി രൂപ കേരളത്തിന് അനുവദിച്ചു എന്ന് കാണിച്ച് ഏതെങ്കിലും വിധത്തിലുള്ളൊരു ഔദാര്യം ചെയ്തതായിട്ടുള്ള വിധത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ ഇത് കേരളത്തിനോട് നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായിട്ടുള്ള അവഗണനയുടെ ഭാഗമാണ്. നമ്മൾ കാണേണ്ടത് ജൂലൈ 30 ഈ ദുരന്തം ഉണ്ടായി. ആഗസ്റ്റ് 10 തന്നെ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അവിടെ പരിശോധന നടത്തിയതാണ്. ദുരന്തം നടന്ന് 5 മാസക്കാലം വരെ L3 വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ദുരന്തം എന്ന് അറിയിക്കാതെ എടുത്തു വെച്ചത് കേരളത്തിന് ലഭ്യമായിട്ടുള്ള സഹായങ്ങൾ നിഷേധിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ആഗസ്റ്റ് 11 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയത് ഈ ദുരന്തത്തിനും ദുഃഖത്തിനും ഇടയിലും ആവേശത്തോടെയാണ് കേരളം കണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാം അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം സ്ഥലങ്ങൾ കണ്ടു, ദുരന്ത മേഖലയിൽ പോയി. കൽപ്പറ്റയിലെ കളക്ട്രേറ്റിൽ വെച്ച് ഞങ്ങളുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം അവസാനിപ്പിച്ചത്, നിങ്ങൾ അടിയന്തിരമായി ഒരു മെമ്മോറാണ്ടം കൊടുക്കണം കേന്ദ്ര ഗവൺമെൻറ്റിന്. ഇവിടെയുണ്ടായ നഷ്ടങ്ങൾ ഏത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അടിയന്തിരമായൊരു മെമ്മോറാണ്ടം കൊടുക്കണം. ആ മെമ്മോറാണ്ടം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആഗസ്റ്റ് 11 പറഞ്ഞ് 6 ദിവസത്തിനുള്ളിൽ ആഗസ്റ്റ് 17 തന്നെ ആ മെമ്മോറാണ്ടം കേരളം കൊടുത്തു. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് നാഗ്പൂരിൽ തുടക്കമായി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദായിരുന്നു മുഖ്യാതിഥി. അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ഭാരതത്തിൽ സജീവമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു. ഗാന്ധിജി നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതെന്നും അദ്ദേഹത്തെ ആദരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
സ്വയം സേവകരുടെ പഥസഞ്ചലനമടക്കം വിപുലമായ പരിപാടികളാണ് നാഗ്പൂരിൽ നടന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ടെന്നും ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഇവയെ അനാദരിക്കരുത് എന്നും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നാഗ്പൂരിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു. ये हमारा ही देश है, वे हमसे दूर नहीं है. कुछ वर्ष पूर्व भारत ही थे, हमारे अपने हैं. उनमें इस प्रकार की अस्थिरता उत्पन्न होना ये हमारे लिए, हम केवल उनके पड़ोसी है इसलिए नहीं, वो सब हमारे अपने देश है, इसलिए चिंता का विषय है. हितरक्षण से भी ज्यादा ये जो हमारा आत्मीयता का संबंध है, अपनेपन का संबंध है, उसके चलते ये चिंता होती है. പൗരാണിക സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലോകത്തിലെ പഴക്കമേറിയ വലിയ സന്നദ്ധ സംഘടനയാണ് RSS എന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. സംഘത്തിന്റെ സംഭാവനകളെ അദ്ദേഹം പ്രശംസിച്ചു. നാഗ്പൂരിൽ നടന്ന RSS പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു അദ്ദേഹം. एक पवित्र और विशाल वटवृक्ष की तरह अपनी जड़ों तथा शाखा प्रशाखाओं के माध्यम से भारत के लोगों को एकता, गौरव और प्रगति की संजीवनी तथा छाया प्रदान कर रहा है. RSSന്റെ വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന അഖണ്ഡ ഭാരത് എന്ന ഘോഷ് പ്രദർശനവും ശ്രദ്ധേയമായി. സംഘപ്രദർശനത്തിലെയും പഥസഞ്ചലനത്തിലെയും താളവും ഈണവും ക്രമവും പാലിക്കാനുള്ള വാദ്യ സംവിധാനമാണ് ഘോഷ്. ഭാരതീയോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വാദ്യമേളമാണിത്. ദൃശ്യഭംഗി മാത്രമല്ല, ഈണവും അതിനായി ഉപയോഗിക്കുന്ന ഉപകരണവുമെല്ലാം പ്രത്യേകതയുള്ളതാണ്. വാദ്യക്കാരെ വിന്യസിച്ചതും വാദനവുമെല്ലാം ശ്രദ്ധയാകർഷിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ശതാബ്ദിയുടെ നിറവിൽ 1925 വിജയദശമി ദിനത്തിലാണ് RSS എന്ന സംഘടനയ്ക്ക് തുടക്കമാകുന്നത്. നൂറു വർഷങ്ങൾക്ക് മുമ്പ് നാഗ്പൂരിലെ മോഹിദേവാഡയിലെ ഒരു സാധാരണ വീടിന്റെ മച്ചിൽ ഒരുമിച്ച് ത്തിന്റെ ഔദ്യോഗിക വേഷത്തെ ഗണവേഷമെന്നാണ് അറിയപ്പെടുന്നത്. പ്രതിഫലം കൂടാതെ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് RSS പ്രചാരകർ. RSSനൊപ്പം നിൽക്കുന്ന സംഘപരിവാർ സംഘടനകളും ഏറെയുണ്ട്. RSSനെ 3 തവണ നിരോധിക്കപ്പെട്ടു. 1948 മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ആദ്യത്തെ നിരോധനം. RSS സംഘടനാ പ്രവർത്തകർ അപകടകരമായ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ച് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നിരോധനം അന്ന് ഏർപ്പെടുത്തിയത്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുമെന്ന അനൌദ്യോഗിക ഉറപ്പിന്മേൽ 18 മാസങ്ങൾക്ക് ശേഷം പട്ടേൽ തന്നെ നിരോധനം പിൻവലിച്ചു. അടിയന്തരാവസ്ഥക്കാലത്തായിരുന്നു RSSനുള്ള അടുത്ത നിരോധനം. ബാബറി മസ്ജിദ് വിഷയത്തിൽ 1992 മൂന്നാമതായി സർക്കാർ അന്ന് RSSനെ നിരോധിച്ചത്. എന്നാൽ
കേന്ദ്ര ട്രൈബ്യൂണലിന് മുമ്പാകെ നിരോധന നടപടിയെ വിശദീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ലോകം മഹാത്മാവിന്റെ ഓർമ്മയിൽ. രാഷ്ട്രപിതാവിന്റെ 156-ാം ജന്മദിനമാണ് ഇന്ന്. रघुपति राघव राजा राम पतित पावन सीताराम. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 കലണ്ടറിലെ ഒരു തീയതി മാത്രമല്ല, വെറുമൊരു ആഘോഷവുമല്ല, ചിന്തയുടെയും പ്രചോദനത്തിൻ്റെയും ഓർമ്മദിനം കൂടിയാണ്. സത്യം, അഹിംസ, സ്വയംഭരണം എന്നിവയുടെ ശക്തി നമ്മെ പഠിപ്പിച്ച മനുഷ്യന് ആദരാഞ്ജലി അർപ്പിക്കാൻ ലോകം ഒന്നിച്ചു ചേരുന്ന ദിവസം. നമ്മുടെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ, തിരക്കുകൾക്കിടയിൽ ഇന്ത്യയുടെ ആത്മാവുമായി ലോകത്തെ ബന്ധിപ്പിച്ച ആ മഹാമനുഷ്യനെക്കുറിച്ച് സംസാരിക്കാൻ, ഓർക്കാൻ ഒരു അവസരം കൂടിയാണ് ഒക്ടോബർ 2. ഗാന്ധിയുടെ സ്വാധീനം കാലത്തിനും അതിരുകൾക്കും അതീതമായി സമാധാനത്തിൻ്റെയും മാനവികതയുടെയും ആഗോള പ്രതീകം കൂടിയാണ്. മഹാത്മാഗാന്ധിയുടെ തത്വങ്ങൾ രാജ്യത്തിൻ്റെ സംസ്കാരത്തിലും മൂല്യങ്ങളിലും ചെലുത്തിയ ആഴത്തിലുള്ള സ്വാധീനം ഒരു ആയുഷ്കാലം മുഴുവൻ സത്യത്തിനും അഹിംസയ്ക്കും വേണ്ടി നിലകൊണ്ടു. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാത്മാവിനോടുള്ള ആദരസൂചകമായി ഐക്യരാഷ്ട്രസഭ ഇതേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കുകയാണ്. സത്യവും അഹിംസയും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്ന് എന്നും വാദിച്ചിരുന്ന മഹാത്മാവിനെ ആദരിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്. മഹാത്മാവ് സ്വപ്നം കണ്ട ഇന്ത്യയിലേക്ക് നമ്മൾ ഇനിയും നടന്നെത്തിയോ? ഇല്ലെങ്കിൽ ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായുള്ള മുന്നോട്ടുപോക്ക് എങ്ങനെയായിരിക്കണം? ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഗാന്ധിജിയുടെ 156-ാം ജന്മദിനത്തിൽ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മനുഷ്യ ചരിത്രത്തിന്റെ ഗതി മാറ്റിയ വ്യക്തിയാണ് ഗാന്ധിജിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ധൈര്യവും ലാളിത്യവും കൊണ്ട് എങ്ങനെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. വികസിത് ഭാരത് കെട്ടിപ്പടുക്കാൻ ഗാന്ധിജിയുടെ പാത പിന്തുടരുമെന്നും മോദി പറഞ്ഞു. ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ ശുചിത്വ ക്യാമ്പയിനുകൾ നടക്കുകയാണ്. ഗാന്ധി ജയന്തി ദിവസം ജനങ്ങൾ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് പ്രധാനമന്ത്രി നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആദരമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമായ വിജയ്ഘട്ടിലെത്തിയാണ് പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തിയത്. പ്രശസ്ത ജന്തുശാസ്ത്രജ്ഞ ജെയിൻ ഗുഡാൾ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ചിമ്പാൻസികളെക്കുറിച്ചുള്ള പഠനത്തിലൂടെ ലോകമറിഞ്ഞ വ്യക്തിയാണ് അവർ. US പര്യടനത്തിനിടെ കാലിഫോർണിയയിൽ വെച്ചായിരുന്നു അന്ത്യം. പ്രൈമറ്റോളജിസ്റ്റ്, നരവംശശാസ്ത്രജ്ഞ, പ്രകൃതി സംരക്ഷക എന്നീ നിലകളിൽ ലോകമെമ്പാടും പ്രശസ്തിയാണ് ഗുഡാൾ. ചിമ്പാൻസികളെക്കുറിച്ചുള്ള വിപ്ലവകരമായ ഗവേഷണങ്ങളിലൂടെയാണ് അവർ ലോകമെമ്പാടും അറിയപ്പെടുന്നത്. ചിമ്പാൻസികളുടെ ജീവിത രീതികളെപ്പറ്റിയും സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ആദ്യമായി വ്യവസ്ഥിതമായി പഠിച്ചത് അവരാണ്. 1961 മുതൽ 86 വരെ അവരുടെ ഗവേഷണങ്ങളിലെ കണ്ടെത്തലുകൾ മനുഷ്യകുലത്തിന്റെ തന്നെ പരിണാമത്തെക്കുറിച്ചും സ്വഭാവ സവിശേഷതകളുടെ ഉറവിടത്തെക്കുറിച്ചുമുള്ള ധാരണകൾ തിരുത്തിക്കുറിച്ചു. ചിമ്പാൻസികൾക്കും മനുഷ്യർക്കും തമ്മിലുള്ള സാമ്യങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. ചിമ്പാൻസികളെ സംരക്ഷിക്കാൻ അതിന്റെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കപ്പെടണമെന്ന ആശയം ലോകത്തെ ബോധ്യപ്പെടുത്താനായിരുന്നു ജെയിൻ ഗുഡാൾ ജീവിതം മാറ്റിവെച്ചത്. ഇതിനായി ലോകം മുഴുവൻ സഞ്ചരിച്ച അവർ ഇത്തരമൊരു യാത്രക്കിടെയാണ് കാലിഫോർണിയയിൽ വെച്ച് മരണപ്പെടുന്നത്. ജെയിനിന്റെ ഓരോ പുസ്തകങ്ങളും നാം പ്രകൃതിയിൽ നിന്ന് വേറിട്ടതല്ല എന്ന ബോധ്യം ലോകത്തിന് പകർന്നു നൽകി. നാം കടന്നുപോകുന്ന കലുഷിത കാലത്തിൽ പ്രതീക്ഷയുടെ വിത്തുകൾ പാകിയ ജെയിൻ ഗുഡാൾ വിടവാങ്ങുമ്പോൾ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾക്കൊപ്പം ക്ഷമയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ആ ഓർമ്മകൾ മായാതങ്ങനെ നിൽക്കുമെന്ന ഉറപ്പ്. ന്യൂസ് ഡെസ്ക് അമൃത TV. സമ്പൂർണ്ണ വിജയത്തിന്റെയും പൂർണ്ണതയുടെയും പ്രതീകമാണ് വിജയദശമി എന്ന സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി. ആഘോഷം എന്നതിലുപരി നവരാത്രി വ്രതത്തിന്റെയും തപസ്സിന്റെയും സാധനയുടെയും കാലമാണ്. 9 ദിനരാത്രങ്ങളിലൂടെ അകത്തും പുറത്തുമുള്ള തിന്മകളെ ജയിച്ച് ഉള്ളിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നതാണ് ഈ ദിനത്തിന്റെ സവിശേഷതയെന്ന് അമ്മ പറഞ്ഞു. വാക്കുകൾ രക്ഷയ്ക്കും ശിക്ഷയ്ക്കും വിജയത്തിനും പരാജയത്തിനും
നന്മയ്ക്കും തിന്മയ്ക്കും കാരണമാകും. അതിനാൽ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നും അമ്മ പറഞ്ഞു. സമ്പൂർണമായ വിജയത്തിൻ്റെയും പൂർണ്ണതയുടെയും പ്രതീകമാണ് വിജയദശമി. മഹിഷാസുരൻ മുതലായ ആസുര ശക്തികളോട് പോരാടിയാണ് ദേവി വിജയം വരിച്ചത്. അധർമ്മത്തിൻ്റെ മേലുള്ള ധർമ്മത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെ മേലുള്ള ജ്ഞാനത്തിൻ്റെയും വിജയമാണത്. ഈ യുദ്ധം ബാഹ്യമെന്നതിലുപരി ആന്തരികമാണ്. നമ്മുടെ ഉള്ളിൽ അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണത്. അതുകൊണ്ട് തന്നെ ആഘോഷമെന്നതിലുപരി നവരാത്രി വ്രതത്തിൻ്റെയും തപസ്സിൻ്റെയും സാധനയുടെയും കാലമാണത്. 9 ദിനരാത്രങ്ങളിലൂടെ അകത്തും പുറത്തുമുള്ള തിന്മകളെ ജയിച്ച് ഉള്ളിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നതാണ് വിജയദശമി. ഉള്ളിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പുറമേ നിന്ന് കൊണ്ടുവരിക എന്നല്ല. സദാ ഉള്ളിലുണ്ടെങ്കിലും മനസ്സിലെ മാലിന്യം കാരണം നമ്മൾ അറിയാതെ പോകുന്ന ഈശ്വര സാന്നിധ്യത്തെ ഉള്ളിൽ ഉണർത്തുക എന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അമ്മയായ ശക്തി സ്വരൂപിണിയായ ദേവിയുടെ കൃപയുണ്ടെങ്കിൽ അതെളുപ്പം സാധിക്കും. ജാമ്പവാൻ ഹനുമാനെ സ്വന്തം ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോഴും ഭഗവാൻ അർജുനെ ഗീത പറഞ്ഞു കൊടുത്തപ്പോഴും വാക്കുകളുടെ ശക്തി ശരിയായി പ്രയോജനപ്പെടുത്തുകയായിരുന്നു. നാം മന്ദര കൈകേയിയെ ഉപദേശിച്ചപ്പോഴും ശകുനി ദുര്യോധനെ വഴിതെറ്റിച്ചപ്പോഴും വാക്കുകൾ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. വാക്കുകൾ രക്ഷയ്ക്കും ശിക്ഷയ്ക്കും വിജയത്തിനും പരാജയത്തിനും നന്മയ്ക്കും തിന്മയ്ക്കും എല്ലാം കാരണമാകാം. വാക്കുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് പ്രധാനം. അതിനാൽ വാക്കുകൾ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ ഉപയോഗിക്കണം. സർവ്വചരാചരങ്ങളിലേക്കും വഴിഞ്ഞൊഴുകുന്ന പ്രമുഖ കാരണമാണ് ദേവിയുടെ മുഖമുദ്ര. ജീവന്മാരെ സംസാരത്തിന് കറയേറ്റുക എന്നതുപോലെ തന്നെ ജീവന്മാർക്ക് ലോകജീവിതത്തിനും ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കുന്നതിലും ഒരുപോലെ ശക്തിയുള്ളവളാണ്. ഓരോ ജീവജാലങ്ങളോടും സഹായിക്കുന്നവരോട് നന്ദി പുലർത്തുക. അവിടെ നന്ദിയുള്ളവരായി തലകുനിക്കാനും ആ കൃപയ്ക്ക് പാത്രമാകാനും ശ്രമിച്ചേ പറ്റുള്ളൂ പെൺമക്കൾ. അങ്ങനെ മക്കള് നല്ല മനസ്സ് കിട്ടി കൃപ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. വിദ്യാരംഭത്തിന് തിരുവനന്തപുരത്തെ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലും വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലും അടക്കം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വിവിധ രംഗങ്ങളിലെ പ്രമുഖരാണ് കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നത്. ഹരിശ്രീ ഗണപതയെ നമ. അറിവിന്റെ ലോകത്തേക്ക് ആദ്യാക്ഷരം കുറിച്ച് ആയിരക്കണക്കിന് കുരുന്നുകളാണ് അക്ഷര വെളിച്ചത്തിലേക്ക് ചുവടുവച്ചത്. പുലർച്ചെ 5:30 മുതലായിരുന്നു തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ വിദ്യാരംഭം. ചാണ്ടിയുമ്മൻ MLA ഉൾപ്പെടെയുള്ളവർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി. നിരവധി പേരാണ് സരസ്വതി ദേവി ക്ഷേത്രത്തിലേക്ക് വിദ്യാരംഭത്തിനായി എത്തിയത്. എനിക്ക് ഇവിടെ വന്ന് എഴുതിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്കത് ഏതാണ്ട് കുറേ നാൾ അവൾ ജനിക്കും മുമ്പേ ഞങ്ങൾ വിചാരിച്ച കാര്യമാണ് ഇവിടെ വന്ന് എഴുതിക്കണം എന്നുള്ളത്. ആ ആഗ്രഹം ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്ത് ആ ആഗ്രഹം എനിക്ക് സാധിക്കാൻ പറ്റും. 51 അക്ഷരദേവതാ ക്ഷേത്രമായ വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലും ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി കുരുന്നുകൾ എത്തി. ISRO മുൻ ചെയർമാൻ G. മാധവൻ നായർ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുടങ്ങിയവരാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചത്. ഇത് ഒരു വലിയ ദിവ്യ മുഹൂർത്തമാണ്. നമ്മുടെ നാടിൻ്റെ ഭാവിയാണ്. ഇവിടെ അക്ഷര അഭ്യാസത്തിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയുടെ വികാസത്തിൻ്റെ മേഖലയിലോട്ട് കയറുന്നത് ഇത് വലിയ ഒരു തുടക്കമാണ്. കുരുന്നുകൾ കരച്ചിലും പിടിവാശിയും പുഞ്ചിരിയും ഒക്കെയായാണ് ആദ്യാക്ഷരം കുറിച്ചത്. വിജയദശമി ദിനത്തോടെ നവരാത്രി മഹോത്സവ ആഘോഷങ്ങൾക്ക് സമാപനമാകുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനെത്തിയത് ആയിരക്കണക്കിന് കുരുന്നുകളാണ്. പുലർച്ചെ 4 മണിയോടെ ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. വൈകിട്ട് 4 മണിവരെ വിദ്യാരംഭത്തിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വിദ്യാരംഭ ദിനത്തിൽ ഹരിശ്രീ കുറിക്കാൻ 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലും പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലും എത്തിയത്. ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും അനുസരിച്ചും
വാശി പിടിച്ച് കരഞ്ഞും കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിച്ചു. കുട്ടികൾക്കായി സ്ലേറ്റ്, അക്ഷരമാല, പുസ്തകം തുടങ്ങിയവ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വിതരണം ചെയ്തു. കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ ആദ്യാക്ഷരം കുറിച്ചത് 1.25 ലക്ഷത്തോളം കുരുന്നുകൾ. പുലർച്ചെ 3:30 മണിക്കായിരുന്നു കൊല്ലൂരിൽ വിദ്യാരംഭം തുടങ്ങിയത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1-ാം ടെസ്റ്റ് മത്സരം അഹമ്മദാബാദിൽ പുരോഗമിക്കുന്നു. ഇന്ത്യൻ ബൌളിംഗ് ആക്രമണത്തിൽ അടിപതറി വെസ്റ്റ് ഇൻഡീസ്. 150 റൺസ് എടുക്കുന്നതിനിടെ 8 വിക്കറ്റുകൾ നഷ്ടമായി. മുഹമ്മദ് സിറാജ് 4-ഉം ജസ്പ്രീത് ബുംറ 2-ഉം വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ് എന്നിവർ 1 വിക്കറ്റ് വീതവും നേടി. ഇന്നത്തെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.